നമ്മളൊക്കെ ചിലപ്പോൾ ഗൾഫിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്ത് നല്ലത് പറഞ്ഞാലും ചെയ്താലും അതിന് കുറെ കമന്റ് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചിലവര് അതിന് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതണേ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നത്, ഇങ്ങനെ ഫൈൻ സംബന്ധമായിട്ടൊരു തമാശയെ കൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അതിന് പല ആൾക്കാരും പ്രതികരിച്ച് പല കമൻറ്റുകളും ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അങ്ങനെ വന്നിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടി ഇതാ 63 സീറ്റുള്ള ഈ ബസ്സാണ്, അശോക് ലെയിലിൻ്റെ വലിയ ബസ്സാണ്. അപ്പോൾ എനിക്ക് ക്യാമറ അടിക്കൂലെന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് വരെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളെ 12 വർഷമായി ഡ്രൈവ് ചെയ്യുന്ന ഇതിലുള്ളതാണ്. കുറെ ആൾക്കാർ 20, 25, 15 വർഷമായിട്ട് ക്യാമറ അടിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. മാഷാ അല്ലാ അടിപൊളി ഡ്രൈവിംഗ് ആണ്, അവരെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളെ കുടുംബത്തിന്റെ ഫുഡും കാര്യങ്ങളായിട്ട് ചെലവും കാര്യങ്ങളായിട്ട് നമുക്ക് നാടിന് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പൊ നമ്മള് മാക്സിമം ക്യാമറയും മുക്കാലിപ്പം നടിപ്പിക്കാതെ സൂക്ഷിച്ച്, അതായത് ഡ്രൈവർ മേഖലയിലാണ് കൂടുതൽ സാലറി കട്ടിങ് വരുന്നത്, മറ്റുള്ളവർക്കാണ് വരില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിക്കുക പരമാവധി. പക്ഷെ പലപ്പോഴും സാഹചര്യം കൊണ്ട് നമുക്ക് മുക്കാലിപ്പൊക്കെ അടിച്ചു പോകും. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മളൊരു റിയലാണെങ്കിൽ റിയൽ നമ്മുടെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കാൻ നോക്കുക. എന്ന് വെച്ചിട്ട് ഇപ്പം നമ്മളൊരു ആൾക്ക് മുക്കാലിപ്പ് കിട്ടിയ അല്ലെങ്കിൽ സിഗ്നൽ വലിയ എമൗണ്ടാണ് സിഗ്നല് ഒരാൾക്ക് കിട്ടിയാൽ നമ്മൾ ആ ഡ്രൈവറെ ആക്ഷേപിച്ച് പറയാനൊന്നും പാടില്ല. എന്ന് വെച്ചാൽ അവരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, സാഹചര്യം തന്നെ നമ്മൾ ഉദ്ദേശമാതിരി ആവൂല. പിന്നെ അവരെ ഒരുപാട് ടെൻഷനില്ല. അപ്പൊ എനിക്ക് അടിച്ചാലും എനിക്ക് മാഷാ അല്ലാഹ് ഇതുവരെ ക്യാമറ അടിച്ചിട്ടില്ല, ഇനി നമുക്കാർക്കും അടിക്കാതിരിക്കട്ടെ. വലിയ എമൗണ്ടുകളാണ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നും പറയുന്നില്ല. നമുക്ക് ചെറുതായിട്ട് 150 ആ രീതിയിൽ വന്നിട്ടുണ്ട്. അതിപ്പോ ഒരു 10-13 വർഷത്തിനിടക്ക് ഇപ്പൊ ഒരു കുറച്ച് മുമ്പ് വന്ന് ഫസ്റ്റ് ആയിട്ട് ഒരു ഉദ്ഘാടനം കഴിച്ച് ഇനിയിപ്പോ അങ്ങോട്ട് തുടർന്നോളൂ. നമ്മളെ പുതിയ ഡ്രൈവർമാർക്ക് നമ്മൾ പറഞ്ഞില്ല, പുതിയ ഡ്രൈവർമാര് വന്ന് ലൈസൻസ് എടുത്ത് നമ്മൾ അത്രയും അതിൽ കുറെ ആൾക്കാർ കമന്റ് ഇട്ട മാതിരി തന്നെ അത്രയും സൂക്ഷ്മമായിട്ട് വാഹനം ഓടിക്കാൻ നോക്കി. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ച് ക്യാമറ വന്നപ്പോഴേക്കുള്ള ചകമൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നു കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ആയിക്കും എത്രയും മീതിയാണ് ക്യാമറകൾ, പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഓരോരുത്തർ അനുഭവം പറയുന്ന കേൾക്കാം. അപ്പൊ അത്രയും നമ്മള് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച ഡ്രൈവിങ്ങും വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് ക്യാമറകളെ പരിചയപ്പെടുക, അതാണ് ആദ്യം വേണ്ടത്. പുതിയ ഡ്രൈവർ വന്നാല് വണ്ടിക്ക് കയറുന്നതിന് മുമ്പ് ക്യാമറകൾ പരിചയപ്പെടണം, എന്തൊക്കെ ക്യാമറ എന്തിനൊക്കെ ഉള്ളതാണ്, അത് നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകണം. അപ്പൊ എല്ലാരും വണ്ടിയായിട്ട് ഓടിക്കുമ്പോ ശ്രദ്ധിക്കുക, ഫൈന് വരാതെ നോക്കുക. അപ്പൊ